നമസ്കാരം. മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾഹാം ലിവർപൂൾ മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ഫുൾഹാം ലിവർപൂളിനെ 3-2 ഇന്ന് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ റിസൾട്ട് എനിക്ക് തോന്നുന്നു വലിയ പ്രാധാന്യം ഉണ്ടാകുന്ന റിസൾട്ട് ആവാൻ വഴിയില്ല. ഇപ്പോൾ മാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ലിവർപൂളിൻ്റെ ഒരു വിന്നാണ്. പക്ഷേ ഫുൾഹാം ലിവർപൂളിനെ മലർത്തി അടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ സാധാരണ കാണാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ഡിഫെൻസീവ് മിസ്റ്റേക്കുകൾ ഈ മത്സരത്തിൽ ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കളി തുടങ്ങി ആദ്യത്തെ മിനിറ്റിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് പോസ്റ്റിനകത്ത് വെച്ചിട്ട് ഡ്രിബിൾ ചെയ്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ബോൾ അടിച്ച് പുറത്ത് കളയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ കൊണാട്ടെ പോസ്റ്റിനകത്ത് വെച്ചിട്ട് ഒരു 1-on-1 ഡ്രിബിളിങ്ങിന് ശ്രമിക്കുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. സെസിഞ്ഞോയുടെ കയ്യിൽ ആ ബോൾ കിട്ടിയില്ല. ഇല്ലെങ്കിൽ കളി തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ഗോൾ കയറാനുള്ള ചാൻസുകൾ ഫുൾഹാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ലിവർപൂളാണ് ആദ്യം സ്കോറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മെക്കാലിസ്റ്ററിൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗോളാണ് ലിവർപൂളിനെ 1-0 ലീഡിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ പുള്ളി പ്രസ് റെസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ ക്യാരി ഫോർവേഡായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി ആ സമയത്ത് പാസി പുള്ളീനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പോസ്റ്റിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് മെക്കാലിസ്റ്റർ ഒരു ഷോട്ട് എടുക്കുന്നത്. ഗോൾ കീപ്പർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 14-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ലിവർപൂൾ എത്തുകയാണ്. പക്ഷേ അത് മുതലാക്കാൻ ലിവർപൂളിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് നമ്മൾ കണ്ടത് ഒരു സീരീസ് ഓഫ് ഡിഫെൻസീവ് മിസ്റ്റേക്ക് ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് വരുന്നു. ഇപ്പോൾ കളി തുടങ്ങി അധികം വൈകാതെ പോസ്റ്റിലേക്ക് റൈറ്റ് വിങ്ങിലൂടെ വന്നിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ബോൾ. ഇവിടെ കേർട്ടിസ് ജോൺസ് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ സെസിഞ്ഞോയുടെ കാലിലേക്കാണ് ആ ക്ലിയറൻസ് പോയത്. ഇപ്പോൾ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം സെസിഞ്ഞോ ഷോട്ട് എടുക്കുന്നു. റൈറ്റ് സൈഡ് കോർണറിലേക്ക് ആ ബോൾ പോകുന്നു. അങ്ങനെ 1-1 ഔട്ട് ഓഫ് നോവെയർ ഫുൾഹാം കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റ് 2 മിസ്റ്റേക്കുകളാണ്. ഇവിടെ റോബർട്ട്സൻ്റെ ഒരു ബ്ലണ്ടർ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം യാതൊരു ആവശ്യവുമില്ലാതെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പുള്ളി സെൻറ്ററിലേക്ക് ഒരു പാസ് കൊടുക്കുകയാണ്. ഇപ്പോൾ പാസ് കൊടുക്കുന്ന സിറ്റുവേഷനിൽ നമുക്കറിയാം ഓപ്പൺ ആണെങ്കിൽ പലപ്പോഴും പല പ്ലേയേഴ്സും കൊടുക്കാറുണ്ട്. ഇവിടെ അയോബിയുടെ കാലിലേക്കാണ് റോബർട്ട്സൺ ഈ പോസ്റ്റ് കൊടുക്കുന്നത്. പുള്ളി അത് ഒരു ടച്ച് എടുക്കുന്നു. പിന്നീട് അത് ഡിസ്പോസസ് ആയെങ്കിലും തിരിച്ച ആ ബോള് അയോബിയുടെ കാലിലേക്ക് തന്നെ എത്തി. ഒരു ഷോട്ട് പോസ്റ്റിനകത്ത് വെച്ച് അയോബി എടുക്കുന്നു. ഇത് റോബർട്ട്സൻ്റെ ദേഹത്ത് തട്ടി ഒരു ഡിഫ്ലക്ഷനോടെ പോസ്റ്റിലേക്ക് എത്തി. അങ്ങനെ ഫുൾഹാം 2-1 കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് നമ്മൾ കണ്ടത് മറ്റൊരു മിസ്റ്റേക്കാണ്. ഇത് വാൻഡേക്കിൻ്റെ കയ്യിൽ നിന്നാണ് ഈ മിസ്റ്റേക്ക് വന്നത്. പുള്ളി ഒരു ഫ്ലിക്ക് ചെയ്തിട്ട് ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പന്ത് ഡയറക്റ്റായിട്ട് പോയത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. ഇവിടെ മ്യൂനിയസ് ഈ ബോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ടച്ച് എടുത്തുകൊണ്ട് മ്യൂനിയസ് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ പോസ്റ്റിന് അടുത്ത് വെച്ചിട്ട് ഒരു ഷോട്ട് എടുക്കുകയാണ്. ഇത് കെലഹർ സേവ് ചെയ്യേണ്ട ഒരു ഷോട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇന്ന് കെലഹറിൻ്റെ പൊസിഷനിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനബിൾ ആണെന്ന് പറയാം. പക്ഷേ അത് സേവ് ചെയ്യാനും കെലഹർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ 3-1 ലീഡോടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ ഫുൾഹാമിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അങ്ങനെ കളി മുമ്പോട്ട് പോയി. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ ലിവർപൂളിന് കിട്ടി. പൊസിഷൻ ലിവർപൂളിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വന്നു. 1-2 കിഡിലെ മൂവ്സൊക്കെ ലിവർപൂളിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ലൂയിസ് ഡിയാസിൻ്റെ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോള് നമ്മൾ കണ്ടു. പുള്ളിയുടെ ഫസ്റ്റ് ടച്ചൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു കോൺസലേഷൻ ഗോൾ സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ സ്കോർ ചെയ്യുന്നു. 3-2 എന്നുള്ള സ്കോർ ലൈനിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് കളി ജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ലിവർപൂളിന് ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ മുതലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. കളി അവസാനിക്കുമ്പോൾ 3-2 എന്നുള്ള സ്കോറോടെ ഫുൾഹാം ഈ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്കോർ ലൈനിലേക്ക് വരുമ്പോൾ ടേബിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 31 മത്സരങ്ങളിൽ നിന്ന് 73 പോയിന്റുമായിട്ട് ലിവർപൂളാണ് 1-ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ മാച്ചിൽ എവർട്ടനെതിരെ ആർസനൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 11 പോയിന്റിൻ്റെ ഒരു ലീഡ് ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിനുണ്ട്. അത് മുതലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷേ ഇതുപോലുള്ള ലിവർപൂൾ മിസ്റ്റേക്കുകൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി സ്ലോട്ട് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.